കിളിമാനൂരിൽ നിന്നും നമുക്ക് തുറവൂരിനടുത്ത് ഒറ്റപ്പുന്നക്കലിലേക്ക് ചെല്ലാം. അവിടെ ഒരു ടിപ്പർ ലോറി കാണിച്ച അശ്രദ്ധ കാരണം ഒരു കുട്ടി മരിച്ചു, ഒരു കുടുംബം തകർച്ചയിലാണ്. ബാലസുബ്രഹ്മണ്യത്തിനും ഭാര്യ പത്മയ്ക്കും ഓർമ്മ പുതുക്കാൻ ശംഭുവിന്റെ ഈ ചിത്രങ്ങളെങ്കിലും ഉണ്ടായി. കാറിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് വഴിയോരത്ത് നിർത്തി ടയർ മാറ്റിയിടാനായിരുന്നു ശ്രമം. ഒരു ടിപ്പർ ലോറി വന്ന് കാറിലിടിച്ചു തകർത്ത് സ്ഥലം വിട്ടു. 3 പേർക്കും ബോധം കെട്ടു. ശംഭു ജീവൻ വെടിഞ്ഞു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. എന്തോ ഒരു വലിയൊരു എരപ്പും, പിന്നെ സത്യം പറയുന്നാൽ എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചെന്നുള്ളത്. എന്ന് വെച്ചിരുന്നാൽ ഞങ്ങളെ ഇടിച്ചു മറിച്ച് ഞങ്ങളെല്ലാം വീഴുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ ആള് കൂടി വന്ന് വൈഫിനെ എടുത്ത് അങ്ങനെയാണ്. ഈ ലോറിക്ക് അടിക്കൊരു തല ഇങ്ങനെ പൊങ്ങുന്നത് പോലെ ഞാൻ എന്റെ മകൻ ശംഭു മകനെയും കൊണ്ടുപോയി. വൈഫിനെ ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഒരു സ്ത്രീ ഇവിടെ നിന്നല്ലോ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവരെ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ 3 ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ്. എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നൊരു ശബ്ദം കേട്ട് ഇനിയും ആളുണ്ടോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളോട് പറയുന്നത് മകൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊണ്ടുമ്പോൾ തന്നെ ASI പറഞ്ഞത് ഇത് ഡ്രൈവർ ഒരു സ്വരാജ് മസ്ഡ ലോറിയാണ് നിങ്ങളെ ഇങ്ങനെ വന്ന് ഇടിച്ചിട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയെന്നാ പറയുന്നത്. ഡ്രൈവർ ഓടി, അത് കാരണം ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ തൃപ്തരാകും? ഇയാൾ കുടിച്ചിരുന്നില്ല, ഇയാള് പിന്നെ ശരിയായിട്ടുള്ള ഡ്രൈവർ തന്നെയാണ്. 3-4 ദിവസം കഴിഞ്ഞ് സ്റ്റേഷനിൽ വരുന്ന ഈസിയായിട്ട് ഇങ്ങനെ അവർക്ക് അതിനൊന്നും ഒരു മറുപടിയും നമുക്ക് തരാനില്ല. ട്രിപ്പറിന്റെ ഉടമയോ ഈ ഡ്രൈവറോ ഞങ്ങളുമായിട്ട് ഇതുവരെ ഇന്നേക്ക് 50 ദിവസത്തോളം മറ്റോ ആകുന്നു. ഞങ്ങളെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ടിപ്പർ ലോറികൾ കേരളത്തിൽ എത്ര മനുഷ്യരെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അപകടത്തിൽ ശംഭു മാത്രമല്ല, അച്ഛനും അമ്മയും കൂടെ മരിക്കണമായിരുന്നു. വഴിയോരത്ത് കിടന്ന ഇവരെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നടി കവിയൂർ പൊന്നമ്മയാണ്. നമ്മളെ രക്ഷിക്കാനായിട്ട് പൊന്നമ്മ ചേച്ചി ഇങ്ങനെ ഒരു ഇത് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു താങ്ക്സ് പറയാനായിട്ടാണ് വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്നത് അത് വളരെ വല്ലാക്കൊണ്ടുവന്ന് ദൃക്സാക്ഷിയാണ്. അവർ 2-3 പേരുണ്ടായിരുന്നു, 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഡ്രൈവറും ഉണ്ടായിരുന്നു. ഒരുപാട് ചെയ്തെന്ന് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തത്. ഞങ്ങൾ കുറെ നേരം ബോധം കെട്ട് അവിടെ കിടക്കുകയായിരുന്നു. ആരും നേരം നോക്കിയില്ല. പൊന്നമ്മ ചേച്ചിയാണ് ഇതിനെല്ലാം ഞങ്ങൾ രക്ഷിക്കാനായിട്ട് ഇത്രയും വലിയ ചെയ്തത്. അപ്പൊ പൊന്നമ്മ ചേച്ചിക്ക് ഒരു മനസ്സിൽ വളരായിട്ട് നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞ ഇടിയുടെ സീന്. അപ്പൊ എന്നോട് തന്നെ ഒരു SI അലോഷ്യസ് നാങ്ങേരുടെ പേര് അലോഷ്യസ് പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ല. ഇത് കള്ളന്മാർക്കും പിന്നെ ക്രിമിനൽസിനും കള്ളന്മാർക്കേ അവിടെ സ്ഥാനമുള്ളൂ. എന്ന് വെച്ചാൽ അവരൊന്നും തൊടാൻ പറ്റത്തില്ല. നിങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷനും ഒന്നും കിട്ടത്തില്ല, നീതിയൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് മനസ്സിലായി ഇതെല്ലാം ക്രിമിനൽസിനും ഇങ്ങനെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ പ്രൊട്ടക്ഷന് കിട്ടും, നമ്മളെപ്പോലുള്ളവർക്ക് ഒന്നും കിട്ടത്തില്ല. തുടർന്നതിനും പിടിക്കുന്നതിനും ആക്സിഡന്റ് പറ്റിയ എന്റെ മോൻ മരിച്ച് എന്നിട്ടും ഓരോന്നിനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അതിന് പ്രത്യേകം എല്ലാത്തിനും പടി വേണം. ഈ പറ്റിയവർക്കും അവർക്കും ഒന്നുമില്ല, നമുക്ക് എല്ലാത്തിനും പടി കൊടുക്കണം. പിന്നെ ഹോസ്പിറ്റൽ ബില്ല് അത് വലിയൊരു ബില്ലുമാണ്. ഏക മകനെ നഷ്ടപ്പെട്ടു, കടബാധ്യതകളായി. കൊന്നവർക്കെതിരെ ഉള്ള കേസ് എവിടെയും എത്തുന്നുമില്ല. FIR വാസ്തവത്തിൽ സംഭവം നടന്ന സ്ഥലത്ത് സംഭവം കാണാൻ ശരിക്കും ഇടയായിട്ടുള്ള ആൾക്കാരുടെ ഒന്നും അതിനകത്ത് അവരെ വിസ്തരിച്ച് അവരുടെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. FIR കൂടുതൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളെ സഹായിക്കാൻ വന്ന ഒരാളിന്റെ കുറെ മൊഴികളൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. 2 വണ്ടി സ്പീഡിൽ വന്ന് ഇടിച്ച് അത് നമുക്ക് മനസ്സിലാക്കാം. ഇത് സ്റ്റേഷനിൽ ഒരു വണ്ടിയിൽ വന്ന് ഇത്രയൊരു വലിയ ആഘാതം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തീരെ ബ്രേക്ക് ഇട്ട് നിർത്താനോ അല്ലെന്നുണ്ടെങ്കിൽ യാതൊന്നും സംഭവിക്കാത്ത ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഈ വണ്ടി മറിഞ്ഞിട്ടില്ല, ഉരുണ്ടിട്ടില്ല. ഈ ലോറി ഞങ്ങൾ ഇടിച്ചിട്ട ലോറി അത് ബ്രേക്ക് ഇട്ട് ശരിക്കും പോയി നിർത്തിയിരിക്കുന്ന മാതിരിയാണ്. അപ്പൊ ഇത് ഒരു മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ച മാതിരി. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന പോലീസ് നമുക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് പ്രമേഷ്യ അങ്ങനെ സംശയമില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്നേരമാണ് ഒരു സംശയം വരുന്നത് മനസ്സിൽ. കാരണം ഞാൻ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുന്നിൽ ഈ അതുപോലെ ഒരു ചെറിയൊരു വണ്ടി അവിടെ ഉണ്ടായിരുന്നു. കുറെ നേരം ആ കാറ് ഉണ്ടായിരുന്ന കാറങ്ങ് പോയി. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ചിലപ്പോൾ ആ കാറാണെന്ന് തെറ്റിദ്ധരിച്ച് ആ കാറങ്ങ് പോവുകയും ചെയ്ത് നമ്മളെയാണോ കൊണ്ടുവന്ന് ഇടിച്ചെന്നുള്ള ഒരു സംശയവും അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നു. ഇങ്ങനെ എന്റെ മകനെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയെ ഇടിച്ച് ഒന്നും ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഒരുമാതിരി ഹയർഡ് കില്ലേഴ്സിന്റെ മനോഭാവം അവരിൽ നിന്ന് കാണുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതൊക്കെ സംഭവിച്ച് സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വമില്ലേ? ഇപ്പൊ തന്നെ ഞാൻ ഹെവി ആയിട്ട് എക്സ്പെൻസസ് എന്റെ മനസ്സും തളർന്ന് പേഴ്സും തളർന്ന്
എന്റെ പ്രായം, എനിക്കിപ്പോൾ 67 വയസ്സ്. ഞങ്ങളുടെ രീതി, ഞങ്ങളുടെ ഈ ആഘാതം, ഇതൊക്കെ ഇനിയിപ്പം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? ടിപ്പർ ലോറിക്ക് ലൈസൻസ് നൽകുന്ന, ആ ഒപ്പിടുന്ന അവരുടെ കാശു പറ്റുന്നവരോട് ഒരു ചോദ്യം: നിങ്ങൾക്കുമില്ലേ ശംഭുവിന്റെ കൂട്ടുള്ള കുട്ടികൾ? കേസ് ഒതുക്കി തീർക്കുന്നവർക്കുമില്ലേ കുട്ടികൾ? കഷ്ടം കേരളം.